അപ്പൊ അതുകൊണ്ട് നിന്റെ ഒരു ടെൻഷനും വേണ്ട നിനക്ക്. തന്നോടാണ് എന്റെ ആദ്യ ഭർത്താവിന്റെ കാര്യം പറയാൻ പറഞ്ഞത്. ദേ വന്ന് നിൽക്കുന്നു മണോണാഞ്ചൻ. സാർ ഇപ്പൊ തന്ന ഇല്ലേ, അത് എനിക്കല്ല തരണ്ടേ, ഈ നിൽക്കുന്നവനാ കൊടുക്കേണ്ടത്. ഇദ്ദേഹമാണ് ഇവളുടെ ഭർത്താവ്. സോറി. സാറിന് എവിടെയാണ് പോകേണ്ടത് പറഞ്ഞു. യങ് കപ്പിൾസിന് പറ്റിയ നല്ല ഹണിമൂൺ പാക്കേജ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അയ്യടാ, ഒരു യങ്കപ്പിള് അവന്റെ കോഴിവാലം കെട്ടിട്ട് നിക്കണോണ്ട കള്ളക്കളവൻ. അതെ, ഇവിടെ ആദ്യം വന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഹണിമൂൺ കഴിഞ്ഞിട്ട് മതി അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. സാർ അത് കറഞ്ഞ് കറക്റ്റാണ്, ഇദ്ദേഹമാണ് ആദ്യം വന്നത്. വിടറേ പറഞ്ഞു വിടറേ. മാഡം, നിങ്ങൾക്ക് എവിടെ പോകാനാണ് താല്പര്യം? അവൾക്ക് എവിടെ പോകാനും താല്പര്യമാണ്. താങ്കൾ ദൈവത്തെ ഓർത്തൊന്നും മിണ്ടായിരിക്കും. എനിക്ക് ആദ്യം വന്ന കസ്റ്റമർ വെള്ളിമൂങ്ങ, നീ എന്റെ കൂടെ നിൽക്കണം, അല്ലെ കൈ നെല്ലാം പോകുന്നു. നമുക്ക് 2-3 സ്ഥലങ്ങളുണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഏഷ്യയുണ്ട്, യൂറോപ്പുണ്ട്, ആഫ്രിക്കയുണ്ട്. അവിടെ ഒന്നും വിടണ്ട. അവളെ വിടേണ്ടത് അന്റാർട്ടിക്കയിൽ. അവിടെ നല്ല സ്ഥലമല്ലേ? പിന്നെ അന്റാർട്ടിക്കയിൽ അവിടെയാണ് അവൾ. അയ്യോ വേണ്ട മോനെ, അന്റാർട്ടിക്കയിൽ വിടണ്ട. വേണ്ടേ? പെങ്കിനുകളെ തമ്മിൽ ഇവൾ തെറ്റിക്കും. അത്രക്ക് കയ്യിലിരിപ്പാടുണ്ട്, വായിലാക്കി കൊള്ളൂല മോനെ. വേണ്ട, അവിടെ വിടണ്ട. ചേട്ടാ, എന്നാ പിന്നെ അന്റാർട്ടിക്ക നമുക്ക് പോവാ. അതിനാണല്ലോ ഡാർലിംഗ്. അതെ, ഈ പെങ്കിനുകളുടെ ഇങ്ങനെ പോണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ചേട്ടാ. അന്റാർട്ടിക്ക കൊണ്ടുപോകാൻ പറ്റിയ സാധനം ആ പെങ്കിന്റെ അടുത്തോടെ ഈ കാട്ടുപോത്തിനെ കൊണ്ട് ജീവനം കൊണ്ട് അവരോടും. നിനക്ക് അങ്ങനെ വേണം, നിനക്ക് അങ്ങനെ വേണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. കാര്യം പറയാം. മണാലി അവിടെ ആ കുണു മണാലി പറ്റിയ സ്ഥലമാണ്. കുളിമുറി കയറിയ നിന്ന് തണുത്ത് പറക്കുന്നവളാണ്. അവളെ തന്നെ കുണു മണാലിയിലേക്ക് കൊണ്ടോ. ഞാനൊരു കാര്യം പറയാം. ഞാൻ തണുത്ത് പറക്കലേ ഉള്ളൂ, തന്നെ പോലെ കൂർക്കം വലിക്കുന്നൊന്നുമില്ലല്ലോ. കൂർക്കം വലിക്കോ? അയ്യോ കേട്ടില്ലേ, പൊന്നോ ദുരന്ത എക്സ്പ്രസ് മാറി നിൽക്കും. കല്യാണം കഴിഞ്ഞ പുതുമോടിയല്ലേ, കുറച്ചു ദിവസം കഴിയട്ടെ, പല പല സൗണ്ടുകൾ അങ്ങോട്ട് കേട്ട് തുടങ്ങും. കോമഡി കോമഡി. നിനക്ക് മീൻ വെട്ടാനും തുണി കഴുകാനൊക്കെ അറിയാമോ? തുണി കഴുകാൻ അറിയാം, പക്ഷെ മീൻ വെട്ടാൻ അറിഞ്ഞൂടാ. എന്നാ മീൻ വെട്ടാൻ പെട്ടെന്ന് പോയി പഠിച്ചോ, അല്ലെങ്കിൽ നിന്റെ പെടലിക്കിട്ട് അവള് വെട്ടും ഇതുപോലെ.